ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, ചിലപ്പോൾ ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് നമ്മെ ഏറ്റവും വലിയ സത്യങ്ങളിലേക്ക് നയിക്കുന്നത്. ഇന്നത്തെ സുവിശേഷവും അങ്ങനെ തന്നെയാണ്. ശബ്ദമില്ലാതെ പക്ഷേ ഹൃദയത്തേക്കുന്ന വിധവയുടെ ചെറിയ വഴിപാടിന്റെ കഥ. സമ്പന്നർ സമൃദ്ധിയിൽ നിന്ന് നൽകിയപ്പോൾ ദരിദ്രയായ ഒരു വിധവ തന്റെ മുഴുവൻ ഉപജീവനമാർഗം തന്നെയും ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഉള്ളതെല്ലാം സമർപ്പിച്ചു. ഈ ദരിദ്ര വിധവ കൂടുതലായി തന്നിരിക്കുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് പറയുന്നു. കാരണം അവൾ നൽകിയതിന്റെ മൂല്യം കാശിന്റെ എണ്ണത്തിലല്ല, വിശ്വാസത്തിന്റെ ആഴത്തിലായിരുന്നു. എന്റെ രൂപീകരണകാലത്ത് ഒരു ദരിദ്രയായ വൃദ്ധ സ്ത്രീ ദിവ്യകാരുണ്യത്തിനായി ചെറിയൊരു വഴിപാട് നൽകിയിരുന്നു. പക്ഷേ അത് ചെറിയ തുകയാണെന്ന കാരണത്താൽ ആ വഴിപാടിനെ നിരുത്സാഹപ്പെടുത്തിയത് എന്നെ ആഴത്തിൽ സ്പർശിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, എത്ര എളുപ്പത്തിൽ നാം ദരിദ്രരുടെ ത്യാഗങ്ങളെ വിലകുറക്കുന്നു, ദാനത്തിന് പിന്നിലെ ഹൃദയത്തെ മറക്കുന്നുവെന്നത്. നമ്മുടെ കാലഘട്ടത്തിലും ഇതു സത്യമാണ്. വലിയ സംഭാവനകൾക്കും ശബ്ദമുയർന്ന പ്രഖ്യാപനങ്ങൾക്കും ലോകം കൈയടിക്കുമ്പോൾ ഇടവകയെ താങ്ങുന്ന നിശബ്ദമായ വഴിപാടുകൾ ദരിദ്രരുടെ കയ്യിലാണ്. ലളിതമായ സുഖസൗകര്യങ്ങൾ പോലും ത്യജിച്ച് പെൻഷനിൽ നിന്ന് വഴിപാട് ചെയ്ത ഒരു ഇറ്റാലിയൻ വിധവയെപ്പറ്റിയും പിതാവിന്റെ ചെറിയ വഴിപാടിനെ പ്രാധാന്യമില്ലാത്തത് എന്ന് കേട്ടപ്പോൾ ഹൃദയം പൊട്ടിയ ഒരു കുട്ടിയെപ്പറ്റിയും നാം കേട്ടിട്ടുണ്ട്. ഇവയൊക്കെ ഇന്നത്തെ വിധവയുടെ ചെറിയ തുകയായിരുന്നു. ദൈവത്തിന്റെ കണക്ക് സ്നേഹത്താൽ ആണ്, തുകയാൽ അല്ല. യേശു ഒരു ബാങ്കറുടെ കണ്ണുകളാൽ നോക്കുന്നില്ല, ഹൃദയത്തിന്റെ മറഞ്ഞിരിക്കുന്ന ആഴങ്ങൾ കാണുന്ന ഇടയന്റെ കണ്ണുകളാണ് അവന്റേത്. അതുകൊണ്ട് തന്നെയാണ് യേശുവിന്റെ ദൃഷ്ടി നമ്മെ കാര്യസ്ഥതയുടെ ആഴത്തിലേക്ക് വിളിക്കുന്നത്. നമ്മുടെ ദാനങ്ങൾ ദൗത്യത്തിനും കാരുണ്യത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കപ്പെടുന്നതോ? അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിലും ഈ നടത്തിപ്പിന്റെ ചെലവ് എന്ന പേരിൽ നമ്മുടെ ആശ്വാസത്തെയും സുരക്ഷയും സംരക്ഷിക്കുന്നതായിത്തീരുന്നുവോ? നമുക്ക് സത്യം ഏറ്റുപറയാം. അത്യാവശ്യം ഉള്ളവരുടെയും ദരിദ്രരുടെയും നിശബ്ദതയെ മറികടന്ന് ലോകം പ്രദർശനമായ ഔദാര്യത്തെ മാത്രമാണ് പലപ്പോഴും ആഘോഷിക്കുന്നത്. ശാസ്ത്രിമാർ പ്രദർശനാർത്ഥം നീണ്ട പ്രാർത്ഥനകൾ ചെയ്തുവെങ്കിലും യേശു അവരോട് പറഞ്ഞു, അവർ വിധവരുടെ വീടുകൾ വിഴുങ്ങുന്നു. ഈ മുന്നറിയിപ്പ് ഇന്ന് നമ്മെയും അഭിസംബോധന ചെയ്യുന്നു. കാരണം ഓരോ ചെറിയ വഴിപാടും വിലപ്പെട്ടതാണ്. ഓരോ ഹൃദയവും, അത് എത്ര ദരിദ്രമാണെങ്കിലും, കുരിശിന്റെ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുന്നു. സ്വയം ശൂന്യമാക്കി പിതാവിന്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിച്ച ക്രിസ്തുവിന്റെ വഴിപാടാണ് അതിന്റെ പരമാവധി. അപ്പോൾ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നാം എന്താണ് നൽകുന്നത്? നമ്മുടെ സമയം, കഴിവുകൾ, അവസരങ്ങൾ, ബന്ധങ്ങൾ ഇവയൊക്കെ ദൈവത്തിന് സമർപ്പിക്കുവാൻ ഞങ്ങൾ സത്യമായി തയ്യാറാണോ? നമ്മുടെ ഇടവകയിൽ ഓരോ ചെറിയ വഴിപാടിനെയും ക്രിസ്തുവിന്റെ കണ്ണുകളാൽ കാണുന്ന ഒരു പുതിയ സംസ്കാരം പിറക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമുക്ക് വിധവയുടെ വഴിപാടിൽ നിന്ന് പഠിക്കാം. സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, പൂർണ്ണ സമർപ്പണത്തോടെ ദൈവത്തിന് നൽകുന്ന ജീവിതം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, നിന്റെ ദൃഷ്ടിയാൽ കാണാൻ ഞങ്ങളുടെ കണ്ണുകൾ തുറക്കേണമേ. മിച്ചത്തിൽ നിന്നല്ല, വിശ്വാസത്തിലെയും സ്നേഹത്തിലെയും ആഴത്തിൽ നിന്നാണ് ഞങ്ങൾ നൽകേണ്ടതെന്ന് പഠിപ്പിക്കുമാറാക്കണേ. ഓരോ വഴിപാടിനെയും ഒരു പവിത്ര ട്രസ്റ്റായി ബഹുമാനിക്കാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തണേ. ഞങ്ങൾക്കു കൈമാറപ്പെട്ടതെല്ലാം സുതാര്യതയോടും കാരുണ്യത്തോടും നീതിയോടും കൂടി പരിപാലിക്കുവാൻ നിന്റെ ആത്മാവ് ഞങ്ങളെ നയിക്കട്ടെ. ദരിദ്രരുടെ ആവശ്യങ്ങൾ ആദ്യസ്ഥാനത്ത് വെക്കുന്ന ഒരു സഭയും ഒരു സമൂഹവുമാക്കേണമേ. നിന്റെ രാജ്യത്തിന്റെ സമൂലമായ ഔദാര്യമര്യാദയാൽ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ദൈവത്തിന് മഹത്വം നൽകി സമാധാനത്തോടെ പോകൂ.